ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇന്നും സിനിമാ മേഖലയിലുള്ള രണ്ടുപേരെ ചോദ്യം ചെയ്തു. കഞ്ചാവ് കടത്തുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം ഷൈൻ ടോം ചാക്കോ ലഹരി വിമുക്തി ചികിത്സ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കാൻ സാധ്യതയില്ല. റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ ജിൻഡോയും നിർമ്മാതാവിന്റെ സഹായി ജോഷിയുമാണ് ഇന്ന് ഹാജരായത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ഒന്നാം പ്രതി തസ്ലീമയുമായി എന്തിനാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നറിയാനാണ് ഇരുവരെയും വിളിച്ചു വരുത്തിയത്. തങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധമില്ലെന്നും സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണുള്ളതെന്നും ജോഷി പറഞ്ഞു. എന്നാൽ തന്നെ ആരോ കുടുക്കിയതാണെന്നും കുടുക്കിയവരെ കുറിച്ച് തനിക്കറിയാമെന്നും ജിൻഡോ പറയുന്നു. കാരണം പുള്ളിയത്ത് ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിലുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും എനിക്ക് ഒന്നും അറിയില്ല. അങ്ങനത്തെ ആൾക്കാർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് ഇനി എവിടെ ആര് യൂസ് ചെയ്യാനുള്ള ഞാൻ വിളിച്ചു പറയും. ഇന്നലെ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച ഷൈൻ ടോം ചാക്കോ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സ പൂർത്തിയാക്കാതിരിക്കുകയോ വീണ്ടും ലഹരി കേസിൽ പെടുകയോ ചെയ്താൽ ഷൈനിന് നിയമ നടപടികൾ നേരിടേണ്ടി വരും. ലഹരി വിമുക്ത ചികിത്സയ്ക്കുള്ള ആഗ്രഹവും ശ്രീനാഥ് ബാസിയും പ്രകടിപ്പിച്ചു. സിനിമാ മേഖലയിലുള്ള 5 പേരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിൽ പിടികൂടിയത്. ഇതിനുശേഷം പ്രതികളെയും മറ്റും ചോദ്യം ചെയ്തതിൽ നിന്നും സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗത്തിന്റെ വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. കൈരളി ന്യൂസ്, ആലപ്പുഴ.